സ്നേഹമുള്ളവരെ, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച, പുതു ഞായറാഴ്ച വലിയ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങൾ, ആഴ്ചകളാണ്. നമുക്കറിയാം, പല വ്യക്തികളും പല കുടുംബങ്ങളുമൊക്കെ പുതു ഞായറാഴ്ച മലകൾ കയറുവാൻ, പ്രത്യേകമായി മലയാറ്റൂര് മല, അതുപോലുള്ള മലകൾ കയറുവാനൊക്കെ തയ്യാറാകുന്നു. അങ്ങനെ വലിയ സന്തോഷത്തിലൂടെ, ആത്മീയ നിർവൃതിയിലൂടെ ഉദിതനായ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഭക്തി മാർഗത്തിലേക്കാണ് നയിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇതെല്ലാം ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ ദൈവം ധന്യമാക്കുകയും ചെയ്യും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയുണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച. നമുക്കറിയാം, 2000 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫൗസ്റ്റീനയെ വിശുദ്ധ ഫൗസ്റ്റീനയായിട്ട് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ഡിവൈൻ മേഴ്സി സൺഡേ ആയിട്ട് ഈ ഞായറാഴ്ച പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. കരുണയുടെ തിരുനാൾ ആചരിക്കുന്ന ഞായറാഴ്ചയായി ഈ ഞായറാഴ്ചയെ പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷമുള്ള ഒരു സുദിനമാണ്. നമുക്കറിയാലോ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നവർ ധാരാളമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട്, ഈ ദിവസം, പ്രത്യേകിച്ച് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച, ഒത്തിരി ജനങ്ങൾ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഡിവൈൻ മേഴ്സി പിക്ചറിന് മുമ്പിൽ പ്രാർത്ഥന നിമഗ്നരായി നിൽക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇനി നമുക്കറിയാലോ, ആ പിക്ചറിൻ്റെ അടിവശത്ത് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിൽ ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന് കുറിച്ചു വെച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ശരണം, നമ്മുടെയൊക്കെ അഭയം എന്ന് പറയുന്നത് ഈശോയാണ്. ആകുന്ന ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ് ചെയ്യുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി, ആ ഡയറി പ്രസിദ്ധമായതാണ് നമുക്കറിയാം. ആ ഡയറി നമ്പർ 47 പറയുന്ന ഒരു കാര്യമുണ്ട്. ഈശോ ഫൗസ്റ്റീനയോട് പറയുന്ന കാര്യമാണ്, നിന്റെ മുറിയിൽ ഞാൻ നിന്നെ സന്ദർശിച്ചപ്പോൾ നീ കണ്ട അതേ രൂപം തന്നെ വരയ്ക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, അതേ രൂപം വരയ്ക്കാനായിട്ട് നാളുകളെടുത്തു, ആ കറക്റ്റായിട്ടുള്ള രൂപം വരച്ചു വരുവാനായിട്ട്. ഇനി ആ രൂപത്തിലേക്ക് നോക്കുമ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തേത് ചുവപ്പ് കളറുള്ള ഒരു കിരണമാണ്. കഷ്ടതയിലൂടെയും ത്യാഗത്തിലൂടെയുമൊക്കെ നമുക്ക് ലഭിച്ച സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് ഈ ചുവപ്പ് കിരണം കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാലോ, ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് നമ്മളതിനെക്കുറിച്ച് ധ്യാനിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ചുവപ്പ് കിരണം കാണിക്കുന്നത് അതാണ്. അതിലൂടെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വെള്ള നീല കിരണങ്ങൾ, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്ന് പുതുക്കുന്നതിനെ കുറിച്ച്, അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ പാപത്തെ ദൈവം കഴുകിക്കളയുന്ന സ്നേഹത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ രൂപത്തിൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുമ്പം വലിയ ശക്തി നമുക്കൊക്കെ ലഭിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, എൻ്റെ അടുക്കൽ ആരെങ്കിലുമൊക്കെ കുമ്പസാരിക്കാനായിട്ട് വരികയാണെങ്കിൽ ആദ്യം ഞാൻ ചെയ്യാറുള്ളത് വിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാമോ എന്ന് അവരോട് ചോദിക്കും. അങ്ങനൊരു സാഹചര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കും. ഇനി അത് സാധ്യമല്ല എങ്കിൽ ഞാൻ അവരോട് ഒരു റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഡിവൈൻ മേഴ്സി പിക്ചർ, ആ ദൈവകരുണയുടെ ചിത്രമുണ്ട്, നമുക്കറിയാം, ആ ചിത്രത്തിന് മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കാമോ എന്ന്. കാരണം നമുക്കറിയാലോ, സാധാരണ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ചിത്രങ്ങളും
ഒക്കെ വേണം പ്രാർത്ഥനയിലേക്ക് ആഴപ്പെട്ട് വരുവാനായിട്ട്. അവിടെ ആ ചിത്രത്തിന് മുൻപിൽ തന്നെ ഇരിക്കുമ്പം വലിയ ഒരു ശക്തിയാണ് ലഭിക്കുക. കാരണം ഞാൻ മേൽ പ്രസ്താവിച്ച കിരണങ്ങൾ, ചുവപ്പ് കിരണവും വെള്ള നീല കിരണങ്ങളൊക്കെ ഇങ്ങനെ ആ പിക്ചറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉരുകിയ മനസ്സോടെ തമ്പുരാന്റെ മുൻപിലേക്ക് ഇരുന്ന് കഴിയുമ്പം ദൈവത്തിൻ്റെ സ്നേഹം ശക്തമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ. ഇനി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഒരു സുഖമില്ലാത്ത അവസ്ഥ, എന്ത് ചെയ്താലും ഒന്നും പച്ച പിടിക്കാത്ത അവസ്ഥ, കോൺഫിഡൻസ് ഒക്കെ നഷ്ടമാകുന്ന അവസ്ഥ, പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഈശോയെ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ, വലിയ മാറ്റമാണ്, വലിയ അത്ഭുതമാണ് അവിടെ നടക്കുക. ഫൗസ്റ്റീനയുടെ ഡയറി 1320 ആർട്ടിക്കിൾ നമ്പർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഒരു ആത്മാവ് എൻ്റെ കരുണയിലേക്ക് വിശ്വാസത്തോടെ സമീപിച്ചാൽ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര തന്നെ ഭീകരമായാലും ഞാൻ അവയെല്ലാം ഒരു നിമിഷത്തിൽ ദഹിപ്പിക്കും എന്ന്. പ്രിയപ്പെട്ടവരെ, ആശ്രയിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തി, ഒരു കുഞ്ഞിൻ്റെ മനസ്സോടുകൂടെ വരുന്ന വ്യക്തി ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങളെല്ലാം ദൈവം ഏറ്റെടുക്കും എന്നുള്ള ഒരു ഉറപ്പ് ഈശോ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം, സുവിശേഷത്തിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പാപിനിയായ സ്ത്രീ കല്ലെറിയണമെന്ന് പറഞ്ഞ് ആൾക്കാർ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഈശോ അവളോട് കരുണ കാണിച്ചു. വളരെ വേദനയോടെ, കുറ്റബോധത്തോടെ ആ സ്ത്രീ ഈശോയുടെ മുൻപിൽ നിൽക്കുകയാണ്. ഈശോ നിലത്തെന്തോ എഴുതിക്കൊണ്ടിരിക്കുക തലകുനിച്ച്. പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയുള്ള എല്ലാവരും അപ്രത്യക്ഷരായി. ഈ സ്ത്രീ വേദനിച്ച് പേടിച്ച് ഭയന്ന് ഈശോയുടെ അടുക്കൽ നിൽക്കുക. ഈശോ പറയുന്നുണ്ട്: മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ ഇനി പഴയതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവളെ അയക്കുന്ന ഈശോയുടെ ചിത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓർക്കും, നമ്മളൊക്കെ ചെയ്ത പാപങ്ങൾക്ക് അതിനെല്ലാം നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്നൊക്കെ ചിലർ ചിന്തിക്കാറുണ്ട്, വലിയ വേദനയിലൂടെ കടന്നു പോകാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വലിയൊരു അനുതാപത്തിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ മാറ്റമുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, 5 അപ്പം കൊണ്ട് 5000 പേരെ ഈശോ തൃപ്തരാക്കി. കാരണം എന്താ? ആ മനുഷ്യരോട് ഈശോയ്ക്ക് കരുണ തോന്നിയത് കൊണ്ട് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിലേ, അല്ലെങ്കിൽ കരുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യം ഈ കരുണയാണ് വരേണ്ടത്, സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടത്. ഇവ രണ്ടുമില്ലാതെ നമുക്ക് ഒരു നന്മയുടെ പ്രവൃത്തികളും ചെയ്യുവാനായിട്ട് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. നിങ്ങൾക്കറിയാലോ, ധൂർത്തപുത്രൻ്റെ കഥ പോലെ ഒരു ചെറുകഥയുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തിരിച്ചു വരുന്ന വ്യക്തികളെ ഇരു കരങ്ങളും നീട്ടി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ചാണ്. ഒരു ദിവസം അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെയുള്ള ഒരു കുടുംബം, ധാരാളം കൃഷിസ്ഥലം അവർക്കുണ്ട്. ഈ ഇളയ മകന് അപ്പൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു: അപ്പാ, എനിക്ക് 18 വയസ്സിന് മുകളിലായി, എനിക്ക് അവകാശപ്പെട്ടതെല്ലാം വേണം എന്ന് ഈ മകൻ ഈ അപ്പനോട് പറയുകയാണ്. ഈ അപ്പൻ പറഞ്ഞു, മകൻ്റെ സ്വഭാവമൊക്കെ കൃത്യമായിട്ട് ഈ അപ്പൻ അറിയാം. നിനക്ക് 18 വയസ്സായെന്നുള്ളതും നിനക്ക് അർഹതപ്പെട്ട് തരണമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നിനക്ക് ഇപ്പം തരാനായിട്ടുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് നിന്റെ സഹോദരനെ പോലെ കുറച്ചു കാലം കൂടെ നീ എൻ്റെ കൂടെ ഒക്കെ നിൽക്കണം. അല്പമൊക്കെ പക്വതയിലേക്ക്, പാകതയിലേക്ക് വന്നു കഴിയുമ്പം നിനക്ക് വേണ്ടതൊക്കെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അപ്പൻ ഈ മകനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അപ്പനത് അവൻ്റെ
ഷെയർ എല്ലാം കൊടുക്കേണ്ടി വന്നു. അവന് വലിയ സന്തോഷമായി. നമുക്കറിയാലോ, നമ്മുടെ കയ്യിൽ പണമുള്ളപ്പം, ആരോഗ്യമുള്ളപ്പം ധാരാളം വ്യക്തികൾ നമ്മളോട് ചേർന്ന് നിൽക്കും. പണവും ഇല്ല, ആരോഗ്യമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിന്നവർ പോലും നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു രംഗം. ഇതാണ് ഈ മകൻ്റെ ജീവിതത്തിലും സംഭവിച്ചു. അവൻ്റെ പണമെല്ലാം, സമ്പത്തും ആരോഗ്യമെല്ലാം പെട്ടെന്ന് തന്നെ തീരുകയാണ് ചെയ്യുന്നത്. അവസാനം ഒരു കർഷകൻ്റെ വീട്ടിൽ അഭയം തേടുകയാണ് ചെയ്യുന്നത്. അവിടെ അവന് ഈ ധൂർത്തപുത്രനെ പോലെ തന്നെയുള്ള ഒരു രംഗമാണ് അവിടെ ആ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അവനിങ്ങനെ ജോലി ചെയ്ത് മടുത്ത് തളർന്ന അവസ്ഥയിൽ തൻ്റെ പിതാവിനെ കുറിച്ച്, അവിടെയുള്ള ജോലിക്കാരൊക്കെ സുഭിക്ഷമായി ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെ അവൻ ഓർത്തു. എന്തായാലും ഒരു കാര്യം ചെയ്യാം, അപ്പനൊരു എഴുത്തെഴുതാം. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലുള്ള മൊബൈലോ ഫോണുകളോ ഒന്നും ഇല്ല. ഒരു എഴുത്തെഴുതി, പ്രിയപ്പെട്ട അപ്പ, ഞാൻ ആകെ വേദനയിലാണ്, വിഷമത്തിലാണ്, ഞാൻ തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം, ഞാൻ തിരിച്ചു വരികയാണ്. അപ്പൻ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ വീടിന് മുറ്റത്ത് വലിയൊരു മരമുണ്ടല്ലോ, ആ മരത്തിൽ ഒരു ചുവന്ന റെഡ് റിബൺ കെട്ടണം. അടുത്ത ആഴ്ചകളിൽ ഞാൻ അതുവഴി ഒന്ന് പാസ് ചെയ്യും. ഈ മരത്തിൽ ചുവന്ന റെഡ് റിബൺ കെട്ടിയത് എൻ്റെ ദൃഷ്ടിയിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം അപ്പച്ചൻ എന്നെ സ്വീകരിക്കും എന്നുള്ളതാണ്. ഞാൻ വീട്ടിലേക്ക് വരാം, ഞാൻ അടങ്ങി ഒതുങ്ങിയൊക്കെ അപ്പച്ചൻ പറയുന്നത് പോലെ ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് അവൻ എഴുതുകയാണ് ചെയ്യുന്നത്. ഈ എഴുത്ത് കിട്ടിയപ്പം ഈ അപ്പന് ഭയങ്കര സന്തോഷമായി. അപ്പൻ മൂത്ത സഹോദരനുണ്ട് അവൻ്റെ. അതോടൊപ്പം തന്നെ വേലക്കാരോടൊക്കെ പറഞ്ഞു, അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഒരുക്കണം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അപ്പൻ വേലക്കാരോട് പറഞ്ഞു, ആ മുറ്റത്തെ മരത്തിൻ്റെ എല്ലാ ചില്ലകളും വെട്ടണം. അതിനുശേഷം 100 കണക്കിന് ചുവന്ന റിബൺ കൊണ്ട്, റെഡ് റിബൺ കൊണ്ട് ആ മരം മുഴുവൻ അലങ്കരിക്കുവാനായിട്ട് വേലക്കാരോട് പറഞ്ഞു. അവരെ അതുപോലെ ചെയ്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഈ മകൻ ഇങ്ങനെ ഇതിലൂടെ പാസ് ചെയ്യുക. അവൻ നോക്കിയപ്പം കണ്ടതെന്താണ്? ഈ മരത്തേല് 100 കണക്കിന് ചുവന്ന റിബൺ ഇങ്ങനെ പാറി പറക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അവൻ ഇങ്ങനെ ഭയങ്കര സന്തോഷമായി. അവൻ എന്ത് ചെയ്തു? ഓടി വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. അവൻ്റെ അപ്പൻ ഇങ്ങനെ കാത്തിങ്ങനെ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. അവൻ ഓടി വരുന്നതുകൊണ്ട് അപ്പൻ എഴുന്നേറ്റ് ഓടി അവൻ്റെ അടുക്കലേക്ക് നിന്ന് അവനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്ന ഒരു രംഗം. ആ സമയത്ത് ഈ മകൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പ, ഞാൻ പറഞ്ഞില്ലേ ഒരു റിബൺ മാത്രമാ ആ മരത്തിൽ കെട്ടാനായിട്ട് പറഞ്ഞത്. അപ്പൻ എന്തുകൊണ്ടാണ് ഒരു റിബണിന് പകരം 100 കണക്കിന് റിബൺ ഈ മരത്തിൽ കെട്ടിയിട്ടത്? അപ്പൻ അവനോട് പറഞ്ഞു, മകനെ, ഞാനൊരു റിബൺ കെട്ടി, നിന്റെ ദൃഷ്ടിയിൽ അത് പെട്ടില്ലെങ്കിൽ എനിക്ക് നിന്നെ നഷ്ടമാകുമായിരുന്നു. അതുകൊണ്ടാണ്, നിന്റെ ശ്രദ്ധ ആകർഷിക്കുവാനായിട്ടാണ് ഞാൻ 100 കണക്കിന് റിബൺ ഈ മരത്തിൽ കെട്ടിയതെന്ന്. പ്രിയപ്പെട്ടവരെ, ആ അപ്പന് മകനോടുള്ള സ്നേഹമാണ് ഈ ചെറുകഥയിൽ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരു സ്റ്റെപ്പ് അനുദപിക്കുന്ന ഹൃദയത്തോടെ മുന്നോട്ട് വെച്ച് വന്നു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതുപോലുള്ള 9 സ്റ്റെപ്പ് വെച്ച് നമ്മെ സ്വീകരിക്കുന്ന, മാറോടണയ്ക്കുന്ന ഒരു ദൈവമാ നമുക്കുള്ളത്. കരുണയുടെ ദൈവം, സ്നേഹത്തിൻ്റെ ദൈവം, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി കുരിശിൽ മരിച്ച ദൈവം, ഉദ്ധിതനായ ദൈവം, എപ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തുന്ന, പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം. ഈ ലോകത്തിൽ വേറൊരു നാമവുമില്ല. കർത്താവായ ദൈവത്തിൻ്റെ നാമം മാത്രമാണ്, യേശുവിൻ്റെ നാമം മാത്രമാണ് മനുഷ്യരക്ഷയ്ക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ നാമത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ തഴക്ക ദോഷങ്ങൾ മാറും, ജീവിതത്തിലെ രോഗത്തിൻ്റെ അവസ്ഥ മാറും, ജീവിതത്തിലെ ബന്ധന മേഖലകൾ മാറും. ആ നാമത്തിന് മാത്രമേ നമ്മെ ശക്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിൻ്റെ കരുണ. ആ ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ദൈവത്തിൻ്റെ കരുണ നമുക്ക് സ്വീകരിക്കാനും സ്വീകരിക്കുന്നത് നമുക്ക് കൊടുക്കുവാനും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമുക്കത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചെയ്യുവാനായിട്ട് സാധിക്കുക? പ്രത്യേകിച്ച് ദൈവകരുണയുടെ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസങ്ങളിൽ എങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരോട്
കരുണയോടുകൂടെ പെരുമാറാനായിട്ട് സാധിക്കുമെന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. മിക്ക വീടുകളിലും പ്രത്യേകിച്ച് ജീവിത പങ്കാളികൾ ഒരു രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. എന്തെങ്കിലും ഓഫീസ് ജോലികളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ പണ്ടത്തെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് സ്ത്രീകൾക്കാണ് എല്ലാ ജോലികളും വെച്ചിരിക്കുന്നത്. അവർ പകലന്തിയോളം പാടത്തായാലും ഓഫീസിലായാലും ജോലി ചെയ്യണം. അതോടൊപ്പം തന്നെ വൈകുന്നേരം വന്ന് വീട്ടിൽ എല്ലാവർക്കും വേണ്ടത് വെച്ച് വിളമ്പണം. ഒറ്റയ്ക്ക് അങ്ങനെ കഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ജീവിത പങ്കാളികളും മക്കളും ഒക്കെ ഒരുമിച്ച് കിച്ചണിലേക്ക് കയറുമ്പം ആ വേദനിക്കുന്ന അമ്മയെ, ആ അമ്മയുടെ അധ്വാനവും കഷ്ടപ്പാടും ഒക്കെ ഒന്ന് കാണുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയും ഒക്കെ കുടുംബജീവിതത്തിൽ തന്നെ കരുണയുടെ പാഠങ്ങളാണ് നമ്മൾ അഭ്യസിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അത് വലിയൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് വലിയ സന്തോഷം നൽകുന്ന വേറൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഏകദേശം ഒരു 22-23 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ്. അവന് വീട്ടിലിരുന്ന് ജോലി ചെയ്തയച്ചാൽ മതി, വർക്ക് അറ്റ് ഹോം ആണ്. അവന് കുറച്ച് IT ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. ഏകദേശം 8-12 മണിക്കൂർ ആ മകന് ജോലി ചെയ്യും. കൂടുതൽ വൈകുന്നേരങ്ങളിലൊക്കെയാണ് അവനത് ചെയ്യേണ്ടത്. അവൻ്റെ വീട്ടിൽ ഒരു ഗ്രാൻഡ് പാ ഉണ്ട്. അവൻ്റെ ആ വല്യപ്പച്ചൻ വലിയ രോഗത്തിലൂടെ, പ്രായാധിക്യം മൂലമുള്ള രോഗത്തിലൂടെ കടന്നു പോവുകയാണ്. രാത്രി മുഴുവൻ ശബ്ദവും ബഹളവും ഒക്കെയാ, ഉറങ്ങുമൊന്നുമില്ല. അപ്പോൾ ആ അപ്പച്ചനെ നോക്കുന്ന അമ്മച്ചിക്ക് രാത്രിയിൽ കാര്യമായിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല. ആ ഒരവസ്ഥയാണ്. ഈ മകന് ആ അമ്മച്ചിയുടെ വേദനയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി പകല് കുറച്ച് ഫ്രീ ഉള്ള സമയമുണ്ട്. അവൻ എന്ത് ചെയ്യുമെന്നറിയാവോ? ആ അമ്മച്ചിയുടെ അടുക്കൽ ചെന്ന് പറയും, അമ്മച്ചി രാത്രിയിൽ അധികമൊന്നും ഉറങ്ങിയൊന്നുമില്ലല്ലോ, ഉച്ച കഴിഞ്ഞ് എനിക്ക് ഫ്രീ ആണ്, 2-3 മണിക്കൂറുണ്ട്, അമ്മച്ചി ഉറങ്ങിക്കോ, ഞാൻ അപ്പച്ചനെ ടേക്ക് കെയർ ചെയ്തോളാമെന്ന്. പ്രിയപ്പെട്ടവരെ, ഏകദേശം 3-3.5 വർഷം ഈ മകൻ അതുപോലെ ചെയ്തു എന്നുള്ളതാണ് സത്യം. ആ അപ്പച്ചന് വേണ്ട സ്നേഹവും കരുണയും എല്ലാം കൊടുക്കുകയും ആ അമ്മച്ചിനെ സഹായിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ആ അപ്പച്ചൻ സ്വർഗത്തിലിരുന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനിത് പറയാൻ കാരണം എനിക്ക് അടുത്തറിയാവുന്നൊരു കുടുംബമാണ്. അതോടൊപ്പം തന്നെ ആ മകൻ, ആ അപ്പച്ചനെ ടേക്ക് കെയർ ചെയ്ത ആ മകൻ ഇന്ന് നല്ലൊരു നിലയിലാണ്. സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, കരുണയോടുകൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. കരുണയുടെ തിരുനാൾ ആചരിക്കുന്ന നിമിഷങ്ങൾ നമുക്ക് കണ്ണു തുറന്നൊന്ന് പുറത്തേക്ക് നോക്കാം. എങ്ങനെയാ എൻ്റെ ചുറ്റുവട്ടമുള്ളവരെയൊക്കെ ഒന്ന് എനിക്ക് സ്നേഹിക്കുവാൻ, കരുതുവാനായിട്ട് സാധിക്കുക? പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മുഖത്തെ ഒരു പുഞ്ചിരി മതി ചില ജീവിതങ്ങളെയൊക്കെ മാറ്റിമറിക്കുവാനായിട്ട്. സുഖമാണോ എന്നൊരു ചോദ്യം, അതുപോലും നമ്മുടെയൊക്കെ അടുക്കലേക്കോ ഓഫീസിലേക്കോ ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ച് എന്താ പറ്റിയേ, സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവിടെ വലിയൊരു ഹീലിംഗ് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ, ചെറിയ ചെറിയ കാര്യങ്ങൾ അഭ്യസിക്കാം. ഇനി മധ്യവർത്തികളായ കുടുംബങ്ങളുണ്ട്. നമുക്കറിയാലോ, പാവപ്പെട്ടവർക്ക് ആരുടെയും മുമ്പിൽ എപ്പോഴും പോയി കൈ നീട്ടുന്നതിന് അവർക്ക് അധികം വിഷമമില്ല. പണക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. മധ്യവർത്തികളായ ഒത്തിരി കുടുംബങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു മിഡിൽ ഫാമിലി, അവർക്ക് വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടങ്ങളിൽ വലിയ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളിൽ അവരെയൊക്കെ നമുക്കൊന്ന് സഹായിക്കണ്ടേ? പഠിക്കാൻ കഴിവുണ്ടായിട്ട് പഠിക്കാൻ സാധിക്കാതെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് മൂലം വേദനിക്കുന്ന കുടുംബങ്ങളുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്ത് അത് അടയ്ക്കാൻ പോലും സാധിക്കാത്ത അവസരം. വിദേശ രാജ്യത്തേക്ക് പോയി പഴയതുപോലെയൊന്നും അവിടെ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ അവസ്ഥയിലൂടെ പോകുന്ന കുടുംബങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും ബഹളവും വഴക്കും ഒക്കെയായി ആരോടും പറയാൻ പറ്റാത്ത വേദനയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. നമ്മുടെ കണ്ണു തുറന്നൊന്ന് നോക്കിക്കഴിയുമ്പം നമ്മുടെ സാന്നിധ്യം അവർക്ക് ഒരു അനുഗ്രഹമായി മാറിയെങ്കിൽ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം മറ്റുള്ളവർക്ക് വലിയൊരു ഉപകാരമായിട്ട് തീരുകയാണ്. നമുക്കറിയാലോ, പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ചൊക്കെ എത്രമാത്രം വേദനയിലൂടെ, ദുരിതങ്ങളിലൂടെയാണ് ആ യുദ്ധമുഖത്തെ ജനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായമായ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ ഒഴുകട്ടെ. പ്രത്യേകിച്ച്
ലോകത്തെ നിയന്ത്രിക്കുന്ന ഓരോ വ്യക്തികളിലും ഒരു കരുണയുണ്ടാകാനായിട്ട്, അവരെ പോലെ തന്നെയാണ് മറ്റു ജന്മങ്ങളും മറ്റു മനുഷ്യരുമെന്ന് മനസ്സിലാക്കാനായിട്ട്, അത് ജാതി മത ഭേദമന്യേ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകണം. ഫൗസ്റ്റീനയുടെ ഡയറി 1521 പറയുന്ന ഒരു കാര്യം കൂടെ പറയുകയാണ് ചെയ്യുന്നത്. ഒരു പുരോഹിതൻ എൻ്റെ കരുണയെക്കുറിച്ച് പ്രസംഗിച്ചാൽ അത് കേൾക്കുന്ന ജനങ്ങളിൽ ഹൃദയത്തെ അത് സ്പർശിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. ആ കരുണ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാണ്. ആ ദൈവകരുണയെക്കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് നമുക്കൊരു കൺസേൺ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുവാനായിട്ട് തയ്യാറാകണമേ. കാരണം നമ്മളും ദൈവകരുണയുടെ വക്താക്കളായി മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഈ ലോകത്തെ സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സംഘർഷങ്ങളും ഏറ്റെടുത്ത് അങ്ങയുടെ കരുണയാൽ അങ്ങ് നിറയ്ക്കണമേ. ആമേൻ.